ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ ചാലഞ്ചിന്റെ അനൗൺസ്മെന്റുമായിട്ടാണ്. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു ചാലഞ്ചിന്റെ ഒരു പാറ്റേൺ ആയിരിക്കില്ല ഇത്തവണ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ജേണിയുടെ മിഡിലുള്ള ഒരാളാണെങ്കിലോ ഒക്കെ ഈ ഒരു ചാലഞ്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരിക്കും. അപ്പോൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ചാലഞ്ച് ഒരു 30 days ചാലഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 15 days ചാലഞ്ച് ആയിരിക്കാം. 15 days ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു 15 days ചെയ്യാനുള്ള ഡയറ്റ് തരും, വർക്ക്ഔട്ട് റുട്ടീൻ തരും. പിന്നെ നിങ്ങൾ അത് ചെയ്യാറ്. കുറെ പേരൊക്കെ കമന്റ് സെക്ഷനിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോന്നൊക്കെ. ചിലരൊക്കെ ആണെങ്കിൽ ഡീമോട്ടിവേറ്റഡ്, അവർ പകുതി ആ ഒരു വീഡിയോ വരുന്ന സമയത്ത് ആവേശം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ, ഇൻ ബിറ്റ്വീൻ അവർ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നതും കാണാറുണ്ട്. 30 days ചാലഞ്ച് ആണെങ്കിൽ ഓരോ ആഴ്ചയും ഞാൻ നിങ്ങൾക്ക് മീൽ പ്ലാൻ തരും, വർക്ക്ഔട്ട് റുട്ടീൻ തരും. ആ രീതിയിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 15 days ഡെയിലി ടാസ്ക് ചാലഞ്ച് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു 15 ദിവസവും നിങ്ങൾ ദിവസവും ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. അതായത് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു 15 days നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളായിരിക്കും. അതിന് യാതൊരു വിധ മുടക്കവും പാടില്ല. അത് കൂടാതെ കുറച്ച് എക്സ്ട്രാ ടാസ്കുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഡെയിലി ടാസ്കുകൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്കുകൾ ഒന്നും തന്നെ ആയിരിക്കില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റാവുന്ന ടാസ്കുകളായിരിക്കും. പക്ഷെ അതേസമയം നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിയിൽ വളരെയധികം ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ടാസ്കുകളും ആയിരിക്കും. അപ്പൊ ചാലഞ്ചിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് വീഡിയോസ് വരുന്നതായിരിക്കും. അതായത് ഞാൻ ഇന്ന് 2 PM ഇടുന്ന വീഡിയോയിൽ നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ടാസ്കുകൾ ഉണ്ടാവും. ആ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ ഈ ഒരു ചാലഞ്ച് മുന്നോട്ട് പോകുന്നത്. ഇനി ഈ ടാസ്കുകൾ അല്ലാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓരോ ദിവസവും നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട 1-2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ കാര്യം ഒരു 15 minutes എങ്കിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ബോഡി ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് വാക്കിംഗ് എങ്കിലും നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഒരു 15 minutes വാക്കിംഗ് എങ്കിലും മസ്റ്റ് ആണ്. അത് ഡെയിലി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ആക്ടിവിറ്റിയിൽ പെടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കലോറി ഡെഫിസിറ്റ് എന്താണ്, നിങ്ങളുടെ കലോറി നീഡ്സ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര കലോറി ഇൻടേക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഞാൻ കലോറി ഡെഫിസിറ്റ് കാൽക്കുലേറ്റർ ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഓരോ ദിവസം എത്ര കലോറി ഇൻടേക്ക് ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർ ധാരണ കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ പോയി കാണാം. കാരണം ഇനി വരുന്ന 15 days നിങ്ങൾ എന്തായാലും ഒരു പ്രോപ്പർ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നോക്കി ആ വീഡിയോ നോക്കി കലോറി ഡെഫിസിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു 15 days ചാലഞ്ചിനകത്ത് നിങ്ങൾ ഡെയിലി മിനിമം 15 minutes എന്തായാലും വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്തിരിക്കണം. ഈ ഒരു 15 days നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു കോമൺ മീൽ പ്ലാൻ ഏകദേശം ഒരു 1200 to 1500 കലോറി റേഞ്ചിൽ വരുന്ന ഒരു മീൽ പ്ലാനും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അത് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് 2 കാര്യങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇത് കൂടാതെ നിങ്ങൾക്ക് ഡെയിലി കംപ്ലീറ്റ് ചെയ്യാനുള്ള ടാസ്കുകൾ ഓരോ ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ വേണം. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി നിങ്ങൾ നാളെ ചെയ്ത് തീർക്കേണ്ട ടാസ്കുകളെ പറ്റിയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2 PM നമ്മുടെ വീഡിയോ വരിക. അപ്പൊ ആ സമയത്ത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഏതെങ്കിലും ഒരു വർക്ക്ഔട്ട് വീഡിയോയുടെ ലിങ്കും കൂടെ കൊടുക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മിനിമം എന്തായാലും ഒരു 15 minutes നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ തന്നെയുള്ള ഏതെങ്കിലും വർക്ക്ഔട്ടിന്റെ ലിങ്ക് ആയിരിക്കും ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ വർക്ക്ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 15 minutes വാക്കിന് പോവാം, അല്ലെങ്കിൽ 15 minutes നിങ്ങൾക്ക് ഇൻഡോർ വാക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിലുള്ള വർക്ക്ഔട്ടുകളാണെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഡെയിലി നിങ്ങൾ ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ മിനിമം 15 minutes വർക്ക്ഔട്ട് ചെയ്യും. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കും. ഞാൻ ഡെയിലി 2 PM വീഡിയോ ഇടും. അപ്പൊ പിറ്റേന്ന് നിങ്ങൾ ഈ ടാസ്കുകളൊക്കെ തന്നെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെയിം വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. വർക്ക്ഔട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറ്റ് ഫോളോഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്താണ് കഴിച്ചതെന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ തന്നെ കൊടുക്കുക. അതും ഞാൻ മോണിറ്റർ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഈ രീതിയിൽ ഒരു ഡെയിലി മോണിറ്ററിംഗ് മെത്തേഡിലൂടെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ചാലഞ്ച് പോകുന്നത്. എല്ലാ ദിവസവും ടാസ്ക് നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. ടാസ്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഓരോ ദിവസവും 2 PM നിങ്ങൾ പിറ്റേന്ന് ചെയ്യേണ്ടുന്ന ടാസ്കുകളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വർക്ക്ഔട്ട് റുട്ടീനും അതിന്റെ കൂടെ തന്നെ ഞാൻ കൊടുക്കുന്നതായിരിക്കും, ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് കമന്റ് സെക്ഷനിൽ കൊടുക്കുക.
വർക്ക്ഔട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമന്റ് സെക്ഷനിൽ കൊടുക്കുക. ആ ടാസ്ക് നിങ്ങൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. ആ രീതിയിൽ ഡെയിലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അത് ഞാൻ മോണിറ്റർ ചെയ്ത് അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചാലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുവിധം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഒരു ചാലഞ്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അത് ഞാൻ എക്സ്ട്രാ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വരുന്ന മൺഡേ മുതലാണ് നമ്മൾ ഈ 15 ഡേയ്സ് ഡെയിലി ടാസ്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വരുന്ന സൺഡേ 2 PM ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട ഈ ഒരു 15 ഡേയ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള ഡയറ്റിന്റെ ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറ്റ് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ മൺഡേ ചെയ്ത് തീർക്കേണ്ട ടാസ്ക് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സെയിം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നിങ്ങൾ മൺഡേ ചെയ്യേണ്ടുന്ന വർക്ക്ഔട്ട് വീഡിയോയുടെ ലിങ്കും ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് നിങ്ങൾ ഈ സെയിം വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുക. അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ഡെയിലി ഒരു മോണിറ്ററിംഗ് റുട്ടീൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഡെയിലി നമ്മളൊരു ടച്ചിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ട് ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ആളുകൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ആളുകൾ ഈ ഒരു ചാലഞ്ചിൽ ജോയിൻ ചെയ്യട്ടെ. അപ്പൊ ഈ ഒരു 15 ഡേയ്സ് കൊണ്ട് മാക്സിമം വെയിറ്റ് ലോസ് ഉണ്ടാക്കിയെടുക്കാനും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ നല്ല നല്ല ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ചാലഞ്ചിന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഡയറ്റ് പ്ലാനിന് വേണ്ടി നമ്മുടെ ഫസ്റ്റ് ടാസ്കിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.